students, once again welcome to my class Matrices. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് കൺസെപ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ ഓഫ് എ മെട്രിക്സ് ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. What are the elementary operations? There are 6 operations on a matrix, 3 of which are due to rows and 3 due to columns, which are known as elementary operations or transformations. അതായത് 6 ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ 3 ഓപ്പറേഷൻസ് റോ ഓപ്പറേഷൻസ് ആണ്, 3 ഓപ്പറേഷൻസ് കോളം ഓപ്പറേഷൻസും. ഈ 6 ഓപ്പറേഷൻസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എലമെന്ററി ഓപ്പറേഷൻസ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് എലമെന്ററി ഓപ്പറേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ് ഓർ 2 കോളംസ്. അപ്പോൾ രണ്ട് റോയിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കോളത്തിനെ ഇന്റർചേഞ്ച് ചെയ്യുക. സിംബോളിക്കലി ദ ഇന്റർചേഞ്ച് ഓഫ് ith and jth rows is denoted by Ri changes to Rj, Rj changes to Ri. അപ്പോൾ Ri കോളത്തിനെ Rj കോളമായിട്ടും Rj കോളത്തിനെ Ri കോളമായിട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഇനി കോളം ഓപ്പറേഷൻ ആണെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് Ci ചേഞ്ചസ് ടു Cj, Cj ചേഞ്ചസ് ടു Ci. ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ സെറ്റ് എ അപ്ലൈ ദ ഓപ്പറേഷൻ R1 changes to R2 and R2 changes to R1. That means in this matrix the R1, that is 1, 2, minus 8 changes to 6, 7, 4 and 6, 7, 4 changes to 1, 2, minus 8. ഈ R1 കോളവും R2 കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ദാറ്റ് മീൻസ് 1, 2, minus 8 സെക്കൻഡ് റോയിലേക്ക് വന്നു, 6, 7, 4 ഫസ്റ്റ് റോയിലേക്ക് മാറ്റപ്പെട്ടു. ദാറ്റ് മീൻസ് R1 changes to R2, R2 changes to R1. In this matrix C1 changes to C3 and C3 changes to C2. C1 C3 ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? Here -8, 4, 6 and the third column changes to 1, 6, 5. അപ്പോൾ ഒരു റോ ഓപ്പറേഷനും ഒരു കോളം ഓപ്പറേഷനും, അങ്ങനെയാണ് ഈ ഫസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ ഏതാണെന്ന് നോക്കാം. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് the elements of any row or column by a non-zero number. അതായത് ഏതെങ്കിലും ഒരു റോയിനെയോ കോളത്തിനെയോ ഒരു നോൺ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിംബോളിക്കലി ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് ith റോ ബൈ k where k not equal to 0 is denoted by Ri changes to KRI. That means ith റോയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Ri changes to KRI. Then what is in the case of column operation? It is denoted by Ci changes to KCi. Consider an example.
the matrix B, apply the operation C2 changes to 3C2. C2, where is C2? C2 is 2, 4. Then 2, 4 changes to 3 into the column. Is 3 into 2. 6, 3 into 4, 12. അപ്പോൾ C2 changes to 3C2 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ we get 1, 6, 3, 12. C2 കോളത്തിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. That is the second elementary operation. One row operation and second column operation. Next, consider third elementary operation. The addition to the elements of any row or column, the corresponding elements of any other row or column multiplied by any non-zero number. അപ്പോൾ ഏതെങ്കിലും ഒരു കോളത്തിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വേറെ ഒരു റോയിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് കൊണ്ട് ആഡ് ചെയ്യുന്നത്. അതിനെ നമുക്ക് സിംബോളിക്കലി എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 6 അതായത് ith റോയിനെ jth റോയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ith റോയിലെ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്. അതിനെ സിംബോളിക്കായിട്ട് ഇതേ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ദിസ് ith റോ ചേഞ്ചസ് ടു ith റോ പ്ലസ് k ഇൻറ്റു jth റോ. Consider an example. Applying R2 changes to R2 minus 3R1 to C equal to 1, 2, 3, 4. In this matrix, apply this operation. This changes in the second row. Second row ilana change ullathu. First row 1, 2 തന്നെ ആയിരിക്കും. Second row minus 3 into first row. Corresponding elements. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 3 ആണ്. കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ഈസ് 1. ദാറ്റ് മീൻസ് 3 മൈനസ് 3 ഇൻറ്റു 1. അപ്പോൾ R2 മൈനസ് 3R1. അപ്പോൾ 3 മൈനസ് 3 ഇൻറ്റു 1 ഈക്വൽ ടു 0. ഹിയർ അഗെയിൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്നും ആ ആൻസർ മൾട്ടിപ്ലൈ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 4 മൈനസ് 3 ഇൻറ്റു 2. 4 മൈനസ് 3 ഇൻറ്റു 2. 4 മൈനസ് 6 ഈക്വൽ ടു മൈനസ് 2. ദസ് 3, 4 റീപ്ലേസ്ഡ് ബൈ 0 മൈനസ് 2. 1, 2, 0 മൈനസ് 2. ദാറ്റ് ഈസ് ദ തേർഡ് എലമെന്ററി ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിൽ ഒന്ന് റോ ഓപ്പറേഷനും ഒന്ന് കോളം ഓപ്പറേഷനും. ഇതേ രീതിയിൽ നമുക്ക് കോളത്തിനെയും ഇതേ രീതിയിലുള്ള ഓപ്പറേഷൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് 6 ഓപ്പറേഷൻസ്. ഈ 6 ഓപ്പറേഷൻസിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് എലമെന്ററി ഓപ്പറേഷൻസ്. ഇനി ഈ എലമെന്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. Then what is meant by invertible matrices? Next goes to invertible matrices. A square matrix A is of order m, and if there exists another square matrix B of the same order such that AB equal to BA equal to I, then this B is called the inverse matrix of A and is denoted by A inverse, that one equal to B. അപ്പോൾ
എയിൽ പറഞ്ഞ സ്ക്വയർ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അനദർ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് ദ സെയിം ഓർഡർ എക്സിസ്റ്റ് ചെയ്യണം. കൂടാതെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ബിനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നു. ഇൻ ദാറ്റ് കേസ് എ ഈസ് സെറ്റ് ടു ബി ഇൻവേർട്ടിബിൾ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബി എക്സിസ്റ്റ് ചെയ്യണം. Then if B is the inverse of A, then തിരിച്ച് നമുക്ക് പറയാം A is the inverse of B. A Bയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ B Aയുടെ ഇൻവേഴ്സും ആയിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് B Aയുടെ ഇൻവേഴ്സ് ആണെന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ AB = BA = ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ മതി. നെക്സ്റ്റ് ഗോസ് തിയറംസ്. First theorem, inverse of a square matrix if it exists is unique. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ that inverse is unique. നമുക്ക് പ്രൂഫിലേക്ക് പോകാം. Let A be a square matrix of order M. If possible, consider two inverses B and C. B and C inverses of A. Then prove ചെയ്യേണ്ടത് inverse is unique. Hence we shall show that B equal to C. B equal to C എന്നാണ് prove ചെയ്യേണ്ടത്. Since B is the inverse of A, what is the condition of inverse? AB equal to BA equal to I. Again C is the inverse of A. We get AC equal to CA equal to I. ബിയും സിയും ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇൻവേഴ്സിന്റെ കണ്ടീഷൻ ഫസ്റ്റ് തന്നെ എഴുതുക. പ്രൂവ് ചെയ്യേണ്ടത് ബി ഈക്വൽ ടു സി. നെക്സ്റ്റ് സ്റ്റാർട്ട് വിത്ത് ബി. ബി ഈക്വൽ ടു ബി ഇൻറ്റു ഐ. സി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു എ സി. അപ്പോൾ ഈ ഐന് പകരം എ സി അപ്ലൈ ചെയ്യുക. Next, matrix multiplication is associative. Hence, we can write BA into C. Then what is BA? B is the inverse of A. Hence, BA equal to identity matrix I into C equal to C. Thus, we get B equal to C. As inverse is unique. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് യുണീക്ക് ആണെന്ന് ഈ പ്രൂഫിലൂടെ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് കൺസിഡർ അനദർ തിയറം. എ ആൻഡ് ബി ആർ ഇൻവെർട്ടിബിൾ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ. ദെൻ പ്രൂവ് ദാറ്റ് എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നമുക്ക് പ്രൂവ് ചെയ്യാം. ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് വി ഹാവ് മെട്രിക്സ് ഇൻറ്റു ദാറ്റ് ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. Therefore, AB into AB whole inverse equal to identity matrix. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട മെത്തേഡ് ഈ LHS സൈഡിൽ എ ബി ഹോൾ ഇൻവേഴ്സ് മാത്രം വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ എ ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. Therefore, multiply both sides by A inverse. A inverse into AB whole inverse equal to A inverse into identity matrix. A inverse into identity matrix equal to A inverse. Here A inverse into AB, apply associative property, we get A inverse A into B. Then ഇതിൽ എന്ത് ചേഞ്ച് വരുത്താം? Yes, A inverse into A equal to identity matrix I B AB whole inverse equal to A inverse. Then again I into B equal to B. B AB whole inverse equal to A inverse. നെക്സ്റ്റ് സെയിം ഇവിടുന്ന് നമ്മൾ എ ഒഴിവാക്കി. അതേ രീതിയിൽ ഇവിടെ
ബി ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ ബിനെയും നമുക്ക് ഇവിടെ നിന്നും ഒഴിവാക്കാം. അപ്പോൾ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ ബി ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് ബി എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഈക്വൽ ടു ഐ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഐഡന്റിറ്റി മാട്രിക്സ് ഇൻറ്റു മാട്രിക്സ് ഈക്വൽ ടു മാട്രിക്സ്. ഹെൻസ് എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദസ് വി ഗെറ്റ് ദ റിസൾട്ട് എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. തിരിച്ചാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വെരിഫൈ ദാറ്റ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ 2 3 1 2. ബി ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇൻവേഴ്സിൻ്റെ കണ്ടീഷൻ അറിയാം. ബി ഇൻവേഴ്സ് ആകണമെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആകണം. ദെൻ we find AB and BA. First AB. Substitute the matrix A and B. A 2 3 1 2 into B 2 minus 3 minus 1 2. Multiply these two matrices. We get 2 into 2 4. 3 into minus 1 minus 3. That is 4 minus 3. Next first row and second column. 2 into minus 3 minus 6 plus 3 into 2 6. 1 into next second row and first column. 1 into 2 2 minus 2 into 1 2. 1 into minus 3 plus 2 into 2 4. 4 minus 3 1 minus 6 plus 6 0. 2 minus 2 0 minus 3 plus 4 1. Thus we get AB equal to identity matrix. Next find out BA. First substitute B and A. Multiply 2 into 2 4 minus 3. 6 minus 3 into 2 6. Minus 1 into 2 minus 2 plus 2 into 1 2. Minus 1 into 3 minus 3 plus 2 into 2 4. 4 minus 3 1. 6 minus 6 0. Minus 2 plus 2 0. Minus 3 plus 4 1. Thus we get AB equal to identity matrix equal to BA. Hence B is the inverse of A. അപ്പോൾ ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എലമെൻ്ററി ഓപ്പറേഷനാണ്. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഈ എലമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. Thank you.